നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരമാവധി കമ്പോണൻറ്റുകളും മറ്റും വാങ്ങാതെ മൾട്ടിമീറ്ററും വാങ്ങാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പരമാവധി ഇലക്ട്രോണിക്സ് പഠിക്കുക എന്ന ഉദ്ദേശത്തിനാണ് ഈ സിമുലേറ്റർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. നമ്മൾ ആദ്യം എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രോട്യൂസ് സിമുലേറ്റർ PROTUES പ്രോട്യൂസ് നൽകി. അപ്പോൾ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഏകദേശം ഇങ്ങനെ വരുന്ന കാണാം, ഫ്രീ ഡൗൺലോഡ് എന്നൊക്കെ വരും. അപ്പോൾ അതിന് കൂടെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കേണ്ടത് പ്രോട്യൂസ് സോഫ്റ്റ്വെയർ ട്രയൽ വെർഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, TRIAL ട്രയൽ വെർഷൻ എന്നടിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം ട്രയൽ വെർഷൻ എന്നവിടെ വന്നിരിക്കുന്നു. അതെടുക്കുക. ഇതെന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മാസങ്ങളോളം അല്ലെങ്കിൽ ഒരുപാട് യൂസ് ചെയ്യാം. ട്രയലാണെങ്കിൽ പോലും അങ്ങനെ പെട്ടെന്ന് കട്ടാവുമൊന്നുമില്ല. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം വാങ്ങിയാൽ മതി. വേറെ ഒരുപാട് മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രയൽ വെർഷനിൽ ഇത് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് പറഞ്ഞ് ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അത് ഇൻസ്റ്റാൾ ആവും. പിന്നെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓപ്പൺ ചെയ്ത് അതിനകത്ത് മീറ്ററുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ സർക്യൂട്ട് വരച്ച് നോക്കാം. ആ സർക്യൂട്ട് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിരവധി സർക്യൂട്ട് ഇതുപോലെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്താൻ പറ്റും. സിമുലേറ്ററിലേക്ക് കിടക്കാം. സ്കിമാറ്റിക് വരയ്ക്കേണ്ട ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കഴ്സർ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും എന്താണ് വേണ്ടതെന്ന് കാണിക്കാം. ആദ്യം വരുന്ന സെലക്ഷൻ മോഡ്. നമുക്ക് കമ്പോണൻ്റ് ആണല്ലോ ആദ്യം ഇതിനകത്തേക്ക് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടത് കമ്പോണൻ്റ് മോഡ്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ PL ബ്ലൂ ലെറ്റർ 2 ലെറ്റർ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നെങ്കിലും പുതുതായി കാണുന്നവർക്കും ഇത് വ്യക്തമായി മനസ്സിലാക്കാനും ഇത് സിമുലേഷന് വേണ്ടി മാത്രം ഉള്ള ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഇനി അടുത്തത് ഈ പിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? ഇവിടെ കീവേഡ് എന്ന് പറഞ്ഞ ബോക്സ് വന്നു. അവിടെ നമുക്ക് ആവശ്യമുള്ള കമ്പോണൻ്റ് എന്താണോ, ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ട്രാൻസിസ്റ്റർ, IC ആണെങ്കിൽ IC, റെസിസ്റ്റർ ആണെങ്കിൽ റെസിസ്റ്റർ. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. SISTOR റെസിസ്റ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റെസിസ്റ്റർ അപ്പോഴേക്കും വന്നു. റെസിസ്റ്റർ വന്നാൽ അതിന് മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. വലത് വശത്ത് താഴെ അവിടെ എന്താണ്, നമ്മൾ OK എന്ന് ക്ലിക്ക് ചെയ്യുന്നു. OK ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കഴ്സറിൻ്റെ കൂടെ നമുക്കവിടെ റെസിസ്റ്റർ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ അത് പതിഞ്ഞു. വീണ്ടും ഒരെണ്ണം കൂടി വേണമെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി എൻലാർജ് കാണും. 2 എണ്ണം വന്നു. 2 എണ്ണം വന്നില്ലേ? ഇനി നമുക്ക് എന്താണ് വേണ്ടത്? അടുത്തത് LED ആണെങ്കിൽ ജസ്റ്റ് LED ബ്ലിങ്ക് ചെയ്തൊക്കെ അവിടെ LED എന്ന് ടൈപ്പ് ചെയ്യാം. LED വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ റൈറ്റ് സൈഡിലെ ബോക്സിൽ ഒരുപാട് വരുമ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്യണം. അതിനകത്ത് നമ്മളെപ്പോഴും ആക്റ്റീവ് എന്നുള്ളത് മാത്രം എടുക്കണം. ആക്റ്റീവ് എന്നുള്ളതാണ് ഓൺ ഓഫ് ആവുന്നത്. മറ്റത് വെറും സ്കിമാറ്റിക് ആയി പോകും. നമുക്ക് കാണാൻ വേണ്ടി സിമുലേഷൻ ചെയ്യണമെങ്കിൽ എപ്പോഴും എടുക്കുന്ന കമ്പോണൻ്റെ പേരാണ് ആക്റ്റീവ്. അത് ഏത് കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബൈ കളർ എടുക്കാം, അല്ലെങ്കിൽ നീലയുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്, ഏത് വേണമെങ്കിൽ എടുക്കാം. അത് ബ്ലൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ OK കൊടുക്കുന്നു. അപ്പോൾ ഒരു LED മതി, ഒരു LED ഇവിടെ വെച്ചു. പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അത് കഴിഞ്ഞു. LED വേണ്ടെങ്കിൽ വീണ്ടും നമ്മളിനി ഈ ആദ്യത്തെ എന്താണ് എടുക്കുന്നത്? സെലക്ഷൻ മോഡ് എടുക്കണം. ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ. ഇപ്പോൾ ഈ ഒരു റെസിസ്റ്റർ ഇവിടെ ആവശ്യമില്ല എന്ന് വിചാരിച്ചാൽ ഇവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ നിന്ന് മൂന്നാമത്തെ ഡിലീറ്റ് ഒബ്ജക്റ്റ് നീക്കണമെങ്കിൽ ഡ്രാഗ് ഒബ്ജക്റ്റ്. അപ്പോൾ ഡിലീറ്റിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് അവിടെ നിന്ന് റിമൂവ് ആയി. ഇനി നമുക്ക് LED വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ആവശ്യം? നമുക്ക് ഒരു ബാറ്ററി പവർ സപ്ലൈ വേണം. അപ്പോൾ പവർ സപ്ലൈ ഇവിടുന്ന് ജസ്റ്റ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ബാറ്ററി ആണെങ്കിൽ സെൽ, പവർ സപ്ലൈ ആണ് സപ്ലൈ, ബാറ്ററി എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. നമുക്ക് BA ബാറ്ററി. അപ്പോൾ ബാറ്ററി വന്നു. ബാറ്ററിയും വരുന്നുണ്ട്. DC വോൾട്ടേജ് ബാറ്ററി. സെല്ല് വരുന്നുണ്ട്. ഡിവൈസ് സെല്ല് ബാറ്ററി. അപ്പോൾ ബാറ്ററി നമ്മൾ എടുക്കുന്നു. ബാറ്ററി ചിഹ്നം വെച്ചു. 12 വോൾട്ടാണ് വോൾട്ടേജ്. വേണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ചെന്നിട്ട് വോൾട്ടേജ് മാറ്റാം. എന്നിട്ട് OK അടിച്ചാൽ അതിലേക്ക് മാറി. ഇവിടെ ഇപ്പം 3 വോൾട്ടാണെങ്കിലും ഒരു റെസിസ്റ്റർ വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ആ റെസിസ്റ്റർ എന്ത് ചെയ്യാം? വാല്യൂ മാറ്റാൻ വീണ്ടും ഇതോടെ കഴ്സറിലേക്ക് പോകുന്നു. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. 10K എന്നുള്ളത് നമ്മളൊരു 470 ഓംസ് എന്ന് കൊടുക്കുന്നു. വാല്യൂ മാറ്റി. ഇനി കണക്ഷൻ കൊടുക്കുന്നു. ഇവിടെയാണ് പോസിറ്റീവ് ടെർമിനൽ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കാണാം ആനോഡിൽ. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്.
അത് നേരിട്ട് LED-യിലോട്ട് കൊടുക്കാതെ റെസിസ്റ്ററിലേക്ക് 470 ഓംസിലേക്ക് കൊടുത്തു. ജസ്റ്റ് എവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും ഇങ്ങനെ കഴ്സർ മൂവ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ കണക്ഷൻ കൊടുക്കാൻ. അതെങ്ങനെ പോയി വളഞ്ഞാലും അവിടെ ഓട്ടോമാറ്റിക് എത്തിക്കോളൂ. നമുക്ക് സ്പീഡിൽ കൊടുക്കണം, നമ്മൾ കൃത്യം വരയ്ക്കണം എന്നൊന്നുമില്ല. ഫാസ്റ്റിൽ കൊടുത്തു കഴിഞ്ഞ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതിനനുസരിച്ച് അതവിടെ ലോക്കായി. ഇനി ഇതിനെന്ത് വേണം? ഗ്രൗണ്ട് വേണം. അപ്പോൾ നെഗറ്റീവ് എടുക്കുന്നു, നമ്മളിവിടെ കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യാനാണ് ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്കൊരു ബട്ടൺ കാണാൻ കഴിയും. ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒരു പ്ലേ ബട്ടൺ, ഇതാണ് പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. കഴ്സർ വരുന്നു. കഴ്സറിൻ്റെ ഇവിടെ ലെഫ്റ്റ് താഴെ ഇടതേറ്റത്ത് പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഉടൻ തന്നെ LED ഓണായി, ബ്ലൂ കളറിലായി. ഇനി അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് ഓഫ് ബട്ടൺ അമർത്തുമ്പോൾ ഓഫ് ആവുന്നു. വീണ്ടും ഞാനൊന്ന് പ്ലേ ബട്ടൺ അമർത്തുന്നു, ഓൺ ആവുന്നു. ഇപ്പോൾ LED തെളിഞ്ഞു. അപ്പോൾ ഒരു സർക്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അതിലേക്ക് പവർ സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്യിച്ചു. ഇനി ഇതിൻ്റെ വോൾട്ടേജൊക്കെ അളക്കണമെന്ന് വിചാരിക്കുക. മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്ന മുന്നോടിയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യും? ആദ്യം ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഓഫ് ചെയ്യുന്നു. ഈ വയർ ഇവിടുന്ന് റിമൂവ് ചെയ്യണം മീൻസ് ആ വയറിൻ്റെ മുകളിൽ നിന്ന് വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡിലീറ്റ് വയർ കൊടുക്കുന്നു. താഴെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ 2 മീറ്റർ കൊടുത്ത് നോക്കാം. അപ്പം മൾട്ടിമീറ്ററിൽ ഞാൻ പറഞ്ഞിരുന്നു വ്യത്യസ്ത തരം മീറ്ററുകൾ, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഓം മീറ്റർ, ഇങ്ങനെ എല്ലാ മീറ്ററും കൂടെ യോജിപ്പിച്ച് ഒരു മീറ്ററാക്കി കൺവേർട്ട് ചെയ്തൊരു സെലക്ടർ സ്വിച്ച് വെക്കുന്നത് കൊണ്ടാണ് അതിനെ മൾട്ടിമീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സംബന്ധിച്ച് മൾട്ടിമീറ്ററിലാണ് വരുന്ന ഓരോന്നിനും വ്യത്യസ്തമായ മീറ്റർ തന്നെ ലഭ്യമാണ്. നമുക്കിവിടെ അളക്കേണ്ടത് ആംബിയറും അതുപോലെ ആംബിയർ അഥവാ മില്ലിയാംസ്, LED-ക്ക് മില്ലിയാംസ് മതിയല്ലോ. വോൾട്ടുമാണ് അളക്കേണ്ടത്. അതിന് എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഈ ഒരു മീറ്ററിൻ്റെ ചിഹ്നത്തിൽ അവിടെ കഴ്സർ വെക്കുന്ന പ്രോബ് മോഡ്. ഈ മീറ്ററിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം പല ഓസിലോസ്കോപ്പ് മുതൽ എല്ലാതരം മീറ്ററുകളും വന്നു. DC വോൾട്ട് മീറ്റർ സെലക്ട് ചെയ്യുന്നു, ഒന്നിവിടെ പ്ലേസ് ചെയ്യുന്നു. അതുപോലെ DC അമ്മീറ്റർ എന്നാണ് പറയുന്നത്, ആംബിയർ അളക്കാനുള്ള മീറ്ററിനെ. വോൾട്ട് മീറ്റർ കണക്ഷൻ കൊടുക്കുന്നത് പാരലായിരിക്കും, അമ്മീറ്റർ കൊടുക്കുന്നത് സീരീസ് ആയിരിക്കും. സീരീസ് എന്ന് പറഞ്ഞാൽ LED-യിലോട്ട് കൊടുക്കുന്ന കണക്ഷൻ ഈ മീറ്ററിൻ്റെ ഒരു വശത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഔട്ട് ഈ മീറ്ററിനകത്തൂടെ മാത്രമേ ഈ LED-യിലോട്ട് കറണ്ട് ഒഴുകൂ. അതാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് ഡ്രാഗ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മുകളിൽ കഴ്സർ എത്തിച്ചു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ഒബ്ജക്റ്റ് എടുത്തു, ഇവിടെ കൊണ്ടുവച്ചു. ഇനി ഞാനിത് ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കാൻ പോകുന്നു. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്ത് കാണാം. LED-യുടെ നെഗറ്റീവ് ഇവിടെ ജോയിൻ ചെയ്യുന്നു. ഇവിടെ ബാറ്ററി നെഗറ്റീവ് ആയതുകൊണ്ട് മീറ്ററിലോട്ട് കൊടുക്കുന്നു. ഇപ്പം ഈ LED-ക്ക് നെഗറ്റീവ് കിട്ടുന്നത് സീരീസ് കണക്ഷനായി അമ്മീറ്ററിലൂടെയാണ്. എവിടെ നിങ്ങൾ മീറ്റർ ഉപയോഗിക്കുകയാണെങ്കിലും അമ്മീറ്റർ സീരീസ് കണക്ഷൻ കൊടുക്കണം, പാരലൽ കൊടുക്കരുത്. എന്ന് വെച്ചാൽ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ലോഡ് സീരീസ് ആയി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് വോൾട്ടേജ് അറിയാം. വോൾട്ട് മീറ്റർ LED പോസിറ്റീവ് നേരിട്ട് കൊടുത്തു. ഇനി വോൾട്ട് മീറ്റർ ഞാൻ പറഞ്ഞല്ലോ പാരലായിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നമുക്ക് ഇവിടുത്തെ പോസിറ്റീവ് ഇവിടെ 12 വോൾട്ടാണെന്ന് നമുക്കറിയാം. ഇവിടുത്തെ വോൾട്ടേജാണ് അറിയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് പ്രോബ് എടുത്തിട്ട് നമ്മളവിടെ കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ കൊടുത്തു. ഇനി ഇതിനെ ഗ്രൗണ്ട് ചെയ്യണം. മീൻസ് നെഗറ്റീവ് ഗ്രൗണ്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ വന്ന് ഇവിടെയാണല്ലോ ഈ നെഗറ്റീവ് വരുന്നത്, അവിടെ കൊടുത്താൽ കിട്ടി. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്തു, LED ഓണായി. എന്താണ് ഇവിടെ കാണിക്കുന്നത്? +2.6 2.6 വോൾട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഈ റെസിസ്റ്ററിന് ശേഷം ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പായി. ഇവിടെ മില്ലിയാംസ് കാണിക്കുന്നു, -0.2 മില്ലിയാംസ്. അത്രയേ ഉള്ളൂ. വളരെ മില്ലിയാംസ് എത്രയാണെന്ന് കറണ്ട് ഇവിടെ കാണിച്ചു. അതുപോലെ നമുക്ക് വോൾട്ടേജും ഇവിടെ കാണിച്ചു തന്നു. ഇനി ഇതേ മീറ്റർ തന്നെ നമുക്ക് വോൾട്ടേജ് ഇവിടെയാണല്ലോ. ഇപ്പോൾ ഈ ഡ്രോപ്പ് ഈ റെസിസ്റ്ററിന് ശേഷം വോൾട്ടേജ് കുറഞ്ഞ് കിട്ടി. ഇവിടെ നേരിട്ട് ബാറ്ററിയിലോട്ട് കൊടുത്താൽ എത്ര കിട്ടും നോക്കാം. അതിനാദ്യം എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. വീണ്ടും ഈ വയർ ഡിലീറ്റ് ചെയ്യുന്നു, വയർ അവിടുന്ന് മാറ്റാൻ വേണ്ടി. അപ്പോൾ ഇവിടുന്നാണ് കണക്ഷൻ. വീണ്ടും മീറ്ററിൽ നിന്ന് കണക്ഷൻ എടുത്തു, നമ്മൾ ബാറ്ററിയിലോട്ട് നേരിട്ട് കൊടുത്തു. നെഗറ്റീവിലും പോസിറ്റീവിലും കൊടുത്തു. പ്ലേ ബട്ടൺ അമർത്തുന്നു. ഇപ്പോൾ നോക്കാം വോൾട്ടേജ് +12 വോൾട്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, +12 വോൾട്ട്. മില്ലിയാംസിൽ വലിയ മാറ്റമൊന്നുമില്ല. 0.2 LED ഓണാവും. അപ്പോൾ ഇതെടുക്കുന്ന വോൾട്ട് എന്ന് പറയുന്നത് 2 something വോൾട്ടാണെന്നും
ഇതിലോട്ട് എത്ര കറണ്ട് വേണമെന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതുപോലെ ഐ സി ഉപയോഗിച്ചോ എന്ത് തരം സർക്യൂട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട 100% കാര്യങ്ങളും ഇതിനകത്ത് ലഭ്യമാണ്. ഇങ്ങനെയാണ് നിങ്ങളിതിനകത്ത് പരിശീലിക്കേണ്ടത്. അപ്പോൾ കൊച്ചു സർക്യൂട്ടൊക്കെ വേണമെങ്കിൽ 555 ഉപയോഗിച്ചുള്ളതും നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒരുപാട് ചെറിയ സർക്യൂട്ട് കിട്ടും. സൈറൺ സർക്യൂട്ട്, സ്വിച്ചിങ് സർക്യൂട്ട്, ഇങ്ങനെയുള്ള സർക്യൂട്ടുകളൊക്കെ ജസ്റ്റ് അതിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം അത് നോക്കി ഇതിലെ കമ്പോണൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശീലിക്കുക. ഇങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും, ഡേറ്റ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വളരെ നല്ല രീതിയിൽ പരിശീലിച്ച് നിങ്ങൾ എക്സ്പെർട്ട് ആകുമ്പോഴേക്കും അടുത്ത ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായും മാനുവലായും ഇതുപയോഗിച്ച് തന്നെ നമുക്ക് PCB എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതായിട്ട് നമുക്ക് കാണാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.